നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അമേരിക്കയിലേക്ക് പറക്കാനൊരുങ്ങുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യാപ്തിയും നിർണായക തീരുമാനങ്ങളും ഈ യാത്രയിലൂടെ കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 23-ന് അമേരിക്ക സന്ദർശിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ത്യയുമായുള്ള ബന്ധം വളരെ വിലമതിക്കുന്നതാണ് എന്നും രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നതായും പെന്റഗൺ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് അറിയിച്ചിട്ടുണ്ട്. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഒക്ടോബർ 23-ന് പെന്റഗണിൽ ആതിഥേയത്വം വഹിക്കും. ഇന്ത്യയുമായുള്ള ബന്ധം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇൻഡോ പസഫിക്കിനും ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. വരാനിരിക്കുന്ന സന്ദർശനം ഏറെ മൂല്യമുള്ള ഒന്നാണെന്നാണ് പെന്റഗൺ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി പ്രാദേശിക വിഷയങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. യോഗത്തിന്റെ വിശദാംശങ്ങൾ സബ്രീന സിംഗ് പങ്കിട്ടിട്ടില്ല എന്നതും എടുത്തു പറയണം. ഇന്ത്യയും US-ഉം വളരെ ശക്തമായ സൈനിക ബന്ധമാണ് പങ്കിടുന്നത് എന്നും പെന്റഗൺ അധികൃതർ അടിവരയിടുന്നുണ്ട്. ഇൻഡോ പസഫിക്കിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ പ്രതിരോധത്തിന്റെ കാര്യത്തിലുമൊക്കെ ഇന്ത്യ ഒരു നല്ല പങ്കാളി തന്നെയാണ്, പ്രധാന പങ്കാളി തന്നെയാണ്. ഇൻഡോ പസഫിക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ഏറെ പ്രാധാന്യമുണ്ട്. ഈ വർഷം ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയ ശേഷമാണ് അമേരിക്ക സന്ദർശിക്കാൻ രാജ്നാഥ് സിംഗ് പോകുന്നത്. അമേരിക്ക സന്ദർശിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന ഇന്ത്യൻ ക്യാബിനറ്റ് മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ഇന്ത്യ US ഉഭയകക്ഷി ബന്ധങ്ങൾ ഒരു ആഗോള തന്ത്രപരമായ പങ്കാളിത്തമായി വികസിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങളും ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ താൽപര്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന സംയോജനവും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ സന്ദർശനങ്ങളുടെ പതിവ് കൈമാറ്റം ഉഭയകക്ഷി സഹകരണത്തിന് സുസ്ഥിരമായ ആക്കം കൂട്ടുന്നുണ്ട്. അതേസമയം വിശാലവും എക്കാലവും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ സംഭാഷണങ്ങൾ ഇന്ത്യ US ദീർഘകാല ചട്ടക്കൂടും സ്ഥാപിച്ചു. ഇന്ന് ഇന്ത്യ US വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സൈബർ സുരക്ഷ, ഹൈ ടെക്നോളജി, സിവിൽ ന്യൂക്ലിയർ എനർജി, ബഹിരാകാശ സാങ്കേതിക വിദ്യയും ആപ്ലിക്കേഷനുകളും, ശുദ്ധമായ ഊർജം, പരിസ്ഥിതി, കൃഷി, ആരോഗ്യം എന്നിവ ഉൾപ്പെടുന്ന വിശാലാധിഷ്ഠിതവും ബഹുമുഖവുമായ സഹകരണമാണ് ഉഭയകക്ഷി സഹകരണം. ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ സ്പെക്ട്രത്തിലുടനീളമുള്ള ഊർജ്ജസ്വലമായ ആളുകൾ തമ്മിലുള്ള ആശയവിനിമയവും പിന്തുണയും നമ്മുടെ ഉഭയകക്ഷി ബന്ധത്തെയും പരിപോഷിപ്പിക്കുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. ഉന്നതതല സന്ദർശനങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നേതൃതലത്തിലുള്ള പരസ്പര സന്ദർശനങ്ങൾ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഇടപെടലിന്റെ അവിഭാജ്യ ഘടകമാണ്. ഈ സന്ദർശനങ്ങൾ സൃഷ്ടിച്ച ഫലങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും സഹായകമായിട്ടുണ്ട്. ഇന്ത്യ US ജപ്പാൻ ത്രിരാഷ്ട്ര ഉച്ചകോടി, അതേപോലെ ഇന്ത്യ US ഓസ്ട്രേലിയ ജപ്പാൻ ചതുർഭുജം, G20 ഉച്ചകോടികൾ ഇവയെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇന്ത്യ US പ്രതിരോധ ബന്ധം ശക്തമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രതിരോധ വ്യാപാരം, സംയുക്ത അഭ്യാസങ്ങൾ, അതേപോലെ തന്നെ സമുദ്ര സുരക്ഷയിലും കടൽക്കൊള്ളയ്ക്കെതിരായ സഹകരണത്തിലും തീവ്രതയോടെയുള്ള തന്ത്രപരമായ പങ്കാളിത്തം മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ഉഭയകക്ഷി അഭ്യാസങ്ങൾ ഇന്ത്യ US-ഉമായി നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ത്യയും US-ഉം തമ്മിലുള്ള ബന്ധം സുദൃഢമായി മുന്നോട്ടു പോകട്ടെ. ഇരു രാജ്യങ്ങൾക്കും അതിന്റെ ഗുണം ലഭിക്കട്ടെ.